ഷാവൂത്ത് ഉത്സവം 2025 ജൂൺ 1 ഞായറാഴ്ച സൂര്യാസ്തമയത്തോടെ ആരംഭിച്ച് 2025 ജൂൺ 3 ചൊവ്വാഴ്ച രാത്രിയിൽ അവസാനിക്കും. താൽമുദിക് പാരമ്പര്യമനുസരിച്ച് ഷാവൂത്ത് സീനായ് പർവ്വതത്തിൽ 10 കൽപ്പനകൾ നൽകിയ ദിവസമാണ്. ഇത് മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ ധാർമ്മിക നിയമത്തെ പ്രതിനിധീകരിക്കുന്നു. യഹൂദ ജനത വർഷത്തിൽ 3 തവണ ജെറുസലേമിലേക്ക് വരാൻ ദൈവം കൽപ്പിച്ചു. ആ അവസരങ്ങളിലൊന്ന് ഷാവൂത്തിനാണ്. ലോകമെമ്പാടുമുള്ള ജൂതന്മാർ ഈ വർഷം ഞായറാഴ്ച സൂര്യാസ്തമയ സമയത്ത് ആഘോഷിക്കും. ഷാവൂത്തിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, നിങ്ങൾ ദൈവമായ യഹോവ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാര പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ 3 പ്രാവശ്യം അവന്റെ സന്നിധിയിൽ വരേണം. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വെറും കൈയായി വരരുത്. ആവർത്തനം 16:16 ഇത് പറഞ്ഞിരിക്കുന്നു. പുറപ്പാട് 34:22 നാം വായിക്കുന്നു, ഗോതമ്പ് കൊയ്ത്തിലെ ആദ്യ ഫലോത്സവമായ വാരോത്സവവും ആണ്ടറുതിയിൽ കായ്കനി പെരുന്നാളും നീ ആചരിക്കണം. പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് പകരപ്പെട്ടപ്പോൾ യഹൂദന്മാർ യെരുശലേമിൽ ഒത്തുകൂടിയതായി പുതിയ നിയമം രേഖപ്പെടുത്തുന്നു. ദൈവം മോശയ്ക്ക് ന്യായപ്രമാണം നൽകുന്നതും അവന്റെ പരിശുദ്ധാത്മാവിനെ പകരുന്നതും തമ്മിലുള്ള ബന്ധം എന്താണ്? രണ്ടും ബൈബിൾ പ്രകാരം ആഴ്ചകളുടെ പെരുന്നാളിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ പെന്തക്കോസ്ത് എന്നറിയപ്പെടുന്ന ഷാവൂത്തിൽ ആഘോഷിക്കപ്പെടുന്നു. തിരുവെഴുത്തുകൾ പഠിക്കാൻ നിരവധി ജൂതന്മാർ ഷാവൂത്തിൽ രാത്രി മുഴുവൻ ഉണർന്നിരിക്കും. പ്രഭാതത്തിന് മുൻപ് ജെറുസലേമിലുള്ളവർ കാൽനടയായി പടിഞ്ഞാറൻ മതിലിലേക്ക് പോകുന്നു. അവിടെ അവർ ദൈവത്തെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 10 കൽപ്പനകൾ വായിക്കപ്പെടുന്നു. പല സമൂഹങ്ങളിലും രൂത്തിന്റെ പുസ്തകവും വായിക്കപ്പെടുന്നു.